ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്യൂരിറ്റൈസേഷൻ ആണ്. അതായത് ഒന്നാമത്തെ ഈ ഒരു 3-4 ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ സെക്യൂരിറ്റൈസേഷൻ. സെക്യൂരിറ്റൈസേഷനോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പോർട്ട്ഫോളിയോയിലേക്ക് പോകും. അപ്പം ഇതുവരെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു ഗൈഡോ ഒരു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. കാരണം ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് എക്സാം സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി നടത്തി എക്സാമിന് പോയ ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്, ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ സംഹിതയാക്കി എടുത്തുകൊണ്ട് എക്സാമിന് പോകണം. ടെക്സ്റ്റ് ബുക്കിലെ ഒരു നുക്ക് ആൻഡ് കോർണർ, അതായത് നമുക്ക് പ്രത്യേകിച്ച് എല്ലാം തിയറി ഒന്നും വായിച്ച് പഠിക്കാനായിട്ട് അങ്ങനെ പറ്റീന്ന് വരത്തില്ല. പക്ഷേ ഈ പ്രോബ്ലംസ് ഒരു ഇല്ലസ്ട്രേഷൻസും വിടാതെ ടെക്സ്റ്റ് ബുക്കിലെ വളരെ കൃത്യമായി ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. മടിയുള്ളവർ ദയവ് ചെയ്ത് എക്സാം പാസ്സാവണം എന്നുള്ളൊരു ഇത് വെച്ചേക്കരുത്. വേണമെങ്കിൽ ചിലപ്പോൾ ലക്ക് ഫാക്ടർ കൊണ്ട് കുറേ ഗൈഡോ അങ്ങനെ കാര്യങ്ങളൊക്കെ, എന്നാലും അങ്ങനെ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരുണ്ട്, അവരെ ഞാൻ നിരാശപ്പെടുത്തുമല്ല. എന്നിരുന്നാലും പറ്റണ സമയം മൊത്തം നിങ്ങൾ പ്രോബ്ലം ചെയ്താൽ ഉറക്കം വരത്തില്ല. പറ്റുന്ന സമയം മൊത്തം ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ഉണ്ട്, ആൻസർ ഡൗട്ട് ഉള്ളതോ അല്ലെങ്കിൽ ശരിയല്ല എന്ന് തോന്നുന്നതോ എന്താണെങ്കിലും നിങ്ങൾക്ക് അന്നേരം എൻ്റെ അടുത്ത് പറയാം. കറക്റ്റ് ആൻസറും ഞാൻ തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന രീതിയും ഈസി ആക്കി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെക്യൂരിറ്റൈസേഷൻ ആണ്. സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് ഒരു ബിസിനസ് റിലേഷനെ നമ്മൾ ട്രാൻസാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് സെക്യൂരിറ്റൈസേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ എന്നെ ഒരു SBI ബാങ്കായിട്ട് കൺസിഡർ ചെയ്യുക. ഞാനൊരു ബാങ്കാണ്, ഞാൻ കുറേ പേർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്, അതിൽ കുറേ ആൾക്കാരൊന്നും തരുന്നില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് നോൺ പെർഫോമിംഗ് അസറ്റുകളുണ്ട്. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ ചില ആൾക്കാർ എനിക്ക് അവരുടെ ലാൻഡിൻ്റെ ഈ ഭൂമിയൊക്കെ പണയപ്പെടുത്തി ലോണൊക്കെ എടുക്കുന്നവരില്ല, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അല്ലേ? എനിക്ക് കിട്ടേണ്ടതാണ്, ഞാൻ ലോൺ കൊടുത്തത് എനിക്ക് കിട്ടേണ്ടതാണ്. ഈ കിട്ടേണ്ട സാധനം അവർ തരുന്നില്ല, കിട്ടേണ്ട എൻ്റെ പൈസയും മുതലും ഒന്നും അവർ തരുന്നില്ല. അപ്പോൾ അത് നോൺ പെർഫോമിംഗ് അസറ്റ് ആയി. അപ്പം ഇങ്ങനെയുള്ള അസറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, വേറൊരു കമ്പനി ഞാൻ ഫോം ചെയ്തിട്ട് അവരോട് പറയുകയാണ്, ഓക്കെ നിങ്ങൾ ഇതെടുത്തോ, എന്നിട്ട് നിങ്ങൾ അവരുടെ നിന്ന് കളക്ട് ചെയ്ത് ഇതങ്ങ് മേടിച്ചോ. ഓക്കെ, നിങ്ങൾ ഇതങ്ങ് എടുത്തോ, നിങ്ങൾ എനിക്ക് നോക്ക് 2 കോടി രൂപ ഇന്ന ആളുടെ നിന്ന് കിട്ടാനുണ്ട്, ഇത് നിങ്ങൾ അങ്ങ് എടുത്തോ, നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചു, പകരം നിങ്ങളെ പൈസ എനിക്ക് തന്നേരെ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഇട്ട് എനിക്ക് ഇങ്ങനെ തന്നേരെ. അത് നമ്മൾ അങ്ങനെ നമ്മുടെ കയ്യിലുള്ളൊരു ട്രാൻസാക്ഷൻ, ഒരു ബിസിനസ് റിലേഷനെ നമ്മളൊരു ട്രാൻസാക്ഷൻ ആക്കി മാറ്റുന്നതാണ് സെക്യൂരിറ്റൈസേഷൻ. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒരെണ്ണം വരും. റൈറ്റ്. അപ്പം ഇതിനകത്തിൽ നമ്മൾ ആ പറഞ്ഞ രണ്ടാമത്തെ കമ്പനി ഇല്ലേ, ഇപ്പം ഞാനെന്ന് പറയുന്നത് SBI ബാങ്ക് ആണെങ്കിൽ ഞാൻ ഈ എൻ്റെ ട്രാൻസാക്ഷൻസ്, എൻ്റെ ബിസിനസ് റിലേഷൻ കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ, അവരെയാണ് നമ്മൾ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഡെറ്റ് മാർക്കറ്റിലായിരിക്കും. ഇത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ റെയിൽ റോഡ് ഇൻഡസ്ട്രീസിലൊക്കെയാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോണം, മറന്നു പോകരുത്. റൈറ്റ്. ഇനി പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒറിജിനേറ്റർ, അതായത് ഞാൻ സെക്യൂരിറ്റൈസ്ഡ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ ഞാനാണ് ഈ SPVനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഞാനാണ് SBI ബാങ്ക് എന്ന് പറയുന്ന ആൾ ഞാൻ. അപ്പം ഞാനാണ് ഈ പറയുന്ന എല്ലാം, ഇതിന് പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന അൾട്ടിമേറ്റ് ക്രിയേറ്റർ ഞാനാണ്, ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. ഇനി SPV എന്ന് ഉദ്ദേശിക്കുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കമ്പനി. അവരാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ ലോണൊക്കെ മേടിച്ചിട്ട് അവർ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി വേറെ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, വേറെ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഒരു 2 വർഷത്തെ ലോണൊക്കെ ആണെങ്കിൽ ഞാനിത് കൊടുക്കുന്നു, SBI ആണ്, ഞാനിത് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് കൊടുക്കുന്നു. അവർ ഈ 2 ലക്ഷം വെച്ചിട്ട് പലതായിട്ട് കൺവേർട്ട് ചെയ്ത് കുറേ സെക്യൂരിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നു. സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തിട്ട് ഇവർക്ക് എപ്പോഴാണോ ലോൺ കിട്ടുന്നത് അതിനനുസരിച്ച് റീപേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എനിക്ക് പൈസ തരണ്ടേ? ഞാൻ എൻ്റെ 2 ലക്ഷം കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങൾ 2 ലക്ഷം താ, എന്നിട്ട് നിങ്ങൾ അവരുടെ നിന്ന് മേടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 2 ലക്ഷം അവർ ഇടുന്ന് തരും, അവർക്ക് കാശ് വേണ്ടേ? അപ്പോൾ അതിനാണ് അവർ സെക്യൂരിറ്റി, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നു, അതിനുശേഷം അവരുടെ നിന്ന് പൈസ എടുക്കുന്നു, എന്നിട്ട് എനിക്ക് തരുന്നു, എനിക്ക് പൈസ തരാനുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഈ SPV പൈസ മേടിക്കുന്നു, ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ വരുന്നത്. ഓക്കെ, ഒബ്ലിഗർ എന്ന് പറയുന്ന ആരുമല്ല, എനിക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ്, ഞാൻ ലോൺ കൊടുത്തിട്ട് എന്നെ മുങ്ങി നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഒബ്ലിഗർ എന്ന് പറയുന്നത്, ഡെറ്റർ ഓഫ് ദ ഒറിജിനേറ്റർ. ഓക്കെ, ഇതിനകത്തുനിന്ന് 1 വേർഡ് ഉണ്ട്. ഇത്തവണ ഒരെണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് പ്രിഫേർഡ്, അതായത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് ഇത് എന്ത് സർട്ടിഫിക്കറ്റ് ആണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആദ്യം എന്താണ് പാസ് ത്രൂ സർട്ടിഫിക്കറ്റ്? അപ്പം ഒരു SPV ഇഷ്യൂ ചെയ്യുന്ന പല സെക്യൂരിറ്റീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പാസ് ത്രൂ എന്ന് പറയുമ്പം കിട്ടുന്നത് നമ്മൾ പാസ് ചെയ്ത് പോകുന്നു. അതായത്
ലോൺ തരാനുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസയും പലിശയും മുതലും എല്ലാം മേടിച്ചിട്ട് അത് അതേപോലെ തന്നെ ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ കൊടുക്കുന്നതാണ് പാസ് ത്രൂ. ജസ്റ്റ് പാസിംഗ് ആണ്, അതേ മെച്യൂരിറ്റി. ഇപ്പോൾ 2 വർഷത്തിൻ്റെ ലോൺ ആണെങ്കിൽ ആ 2 വർഷത്തിൻ്റെ സെക്യൂരിറ്റി ആയിരിക്കും അവർ മേടിക്കുന്നത്. അതേ സിംഗിൾ മെച്യൂരിറ്റി സ്ട്രക്ചർ ആയിരിക്കും അവിടെയുള്ളത്. ഓർത്തോണം, സിംഗിൾ മെച്യൂരിറ്റി സ്ട്രക്ചർ. പേ ത്രൂ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പല മെച്യൂരിറ്റി ആയിരിക്കും. അവരുടെ ലോണും സെക്യൂരിറ്റിയുടെ മെച്യൂരിറ്റി ടൈം ലിമിറ്റും തമ്മിൽ ഒരു ബന്ധവും മൾട്ടിപ്പിൾ മെച്യൂരിറ്റി ആയിരിക്കും. പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് പറയുമ്പം ഇവിടെ ഞാനും ബാങ്കും ഒന്നും അല്ല, ഒരു സബ്സിഡറി, ഒരു മേജർ കമ്പനി ഉണ്ട്. ആ കമ്പനി ആണെങ്കിൽ കുറേ റിസീവബിൾസ് കിട്ടാനുണ്ട് അല്ലേ. ഇതിന് പകരമായിട്ട് അയാളുടെ സബ്സിഡറി കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ ബാങ്ക് പോലെ തന്നെ, ബാങ്കും ഞാൻ പറഞ്ഞ SPVയും പോലെ തന്നെ ഒരു പേരൻറ്റ് കമ്പനിയും ഒരു സബ്സിഡറി കമ്പനിയും, അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നുമില്ല. അവർ ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രിഫേർഡ് സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ല ഈ ലാൻഡൊക്കെ പണയം വെച്ചിട്ട് ലോൺ എടുക്കുന്നവർ. അപ്പം അങ്ങനെയുള്ള അസറ്റിൻ്റെ മേലെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ ഇൻവെസ്റ്ററിന് കൊടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളി സർട്ടിഫിക്കറ്റ്, കിട്ടുന്ന പ്രിൻസിപ്പിൾ മാത്രം കൊടുക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഉള്ളി സർട്ടിഫിക്കറ്റ്. ഇത്രേ ഉള്ളൂ, ഈ ഒരു ചാപ്റ്റർ തീർന്നു. ഓക്കെ.